മനു, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ പാർലമെന്റിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിനെതിരെ അതിശക്തമായ നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സർക്കാർ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല, പക്ഷേ സഭാനാഥൻ എന്നത് സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ അർത്ഥത്തിൽ കാണേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഈ വിദേശ രാജ്യങ്ങളിലെ പാർലമെന്റോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സംവിധാനങ്ങളോ ഒക്കെ നിരീക്ഷിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെ പലപ്പോഴും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം പോലും ഉണ്ടാകണമെന്നില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ രാജാധികാരം കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ചില തീരുമാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ പ്രതിഷേധം ഉയർന്നാൽ മാത്രം അത് ചർച്ച ചെയ്യപ്പെടുന്ന സഭകളാണ് മറ്റു പല രാജ്യങ്ങളിലുമുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്നത് എല്ലാ വിഷയങ്ങളും സഭ വിശദമായി ചർച്ച ചെയ്യുന്നു. നമ്മുടേത് നിയമനിർമ്മാണ സഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമൊക്കെ തുല്യമായ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സഭാ നടപടികൾ കാണുമ്പോൾ അങ്ങനെയാണോ എന്ന സംശയം തോന്നുന്നില്ലേ മനു? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും സഭാ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി നടക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അവിടെ ചർച്ചകൾ ഒരു പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതലുണ്ടാകും. പക്ഷേ ഈ ആളുകൾ പരസ്പരം കലഹിക്കുകയും ഈ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതി സാധാരണ നമുക്ക് യൂറോപ്പിലോ മറ്റ് ഉള്ളിടത്ത് പിന്നെ ഇരുസഭകളിലും ഇങ്ങനെ അതായത് ഈ രാഷ്ട്ര പുരോഗതിയും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് പാർലമെന്റിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന് തുല്യമായ സംവിധാനത്തിൽ നടക്കാറുള്ളത്. രാഷ്ട്രീയം പറയുകയോ അത്തരം ആക്ഷേപങ്ങളോ ഒന്നും തന്നെ പലപ്പോഴും കാണാറില്ല. അതെ, അവിടെ സ്വാഭാവികമായും ഈ സഭയ്ക്കകത്ത് നിയമനിർമ്മാണമാണല്ലോ ലെജിസ്ലേച്ചറിന്റെ ഒരു പ്രധാന ദൗത്യം. ആ നിയമനിർമ്മാണ പ്രക്രിയ നടക്കുക, അതിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുക, അതിന് പിന്നെ നിലപാടുകൾ വ്യക്തമാക്കുക, അങ്ങനെ അതിനെ തുടർന്ന് പരസ്പര ബഹുമാനത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതൊക്കെയാണ് ഒരു സഭയുടെ രീതി. പൊതുവെ സ്പീക്കറെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക, പരസ്പരം കലഹിക്കാതിരിക്കുക, ഇതൊക്കെ സാമാന്യമായൊരു രീതിയാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് പലപ്പോഴും ഈ ആളുകൾ മൈക്കെടുത്ത് പ്രതിപക്ഷ ഭരണപക്ഷവും തമ്മിൽ അടികൂടുന്നത് വരെ ഒക്കെയുള്ള നിയമസഭകളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പാർലമെൻറ്റ് പലപ്പോഴും എന്നല്ല വളരെ വലിയൊരു കാലയളവിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ വലിയ ഇതായിട്ടുണ്ട്. നമ്മുടെ കേരള നിയമസഭയിൽ അറിയാലോ, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയിരുന്ന ശിവൻകുട്ടിയും ഒക്കെ അങ്ങനെ വലിയ ആരോപണങ്ങൾ നേരിട്ട് ഇ പി ജയരാജൻ ചേർന്ന് തള്ളിയിടുന്നതും ഒക്കെ തരത്തിലൊക്കെയുള്ള തർക്കം. അത് മാത്രമല്ല, ഈ പാർലമെന്റിലാകട്ടെ ലോക്സഭ രാജ്യസഭാ നടപടികളൊക്കെ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഒരു മണിക്കൂറിന്റെ ചാർട്ട് വരും. അതായത് എത്ര മണിക്കൂറായിരുന്നു ഇതിന്റെ ഔട്ട്പുട്ട് എന്നത്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. പക്ഷേ ദിവസങ്ങളോളം സഭ സമ്മേളിച്ചു കഴിയുമ്പോൾ ചർച്ച നടന്നത്, സഭാ നടപടികൾ നടന്നത് എന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കുമെന്നും നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കും. ഓരോ സഭാ സമ്മേളനത്തിലും ഓരോ എംപിയുടെയും പൂർണ്ണമായ ചെലവ്, അവിടേക്കുള്ള യാത്രാഭത്ത, അതോടൊപ്പം തന്നെ സിറ്റിംഗ് ഫീസ്, ഇങ്ങനെയെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നാണ് ഈ തുക മുടക്കുന്നത്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും എംപിമാർ എത്തുന്നത്. പക്ഷേ സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വേദി എങ്കിലും പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം വരുന്നത്, നമ്മുടെ ഇപ്പോൾ ലോക്സഭ 543 എംപിമാരാണല്ലോ ഉള്ളത്. അതിൽ 21 സീറ്റുകൾ ഇപ്പോൾ ഏറെക്കുറെ വേക്കൻ്റായി കിടക്കുകയാണ്. അത് അപ്പോഴത്തെ കറണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് 522 അതിൽ 323 സീറ്റുകളോളം BJPയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സഖ്യകക്ഷികളുമാണ് അതിൽ ആ സീറ്റുകളിൽ ഉള്ളത്. അതെ, കുറച്ചുപേർ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് രാജിവെച്ചവരും ഒക്കെ പോയി. അപ്പോൾ അതൊക്കെ ഇതായിട്ടുണ്ട്. ഈ പ്രതിപക്ഷാംഗങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് 142. അതിൽ 67% ആളുകളാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡേറ്റാസ് കുറച്ചുകൂടി വിശദമായി പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ, ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി പങ്കുവച്ചാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ, ഈ സമ്മേളനം ആരംഭിച്ചത് ഡിസംബർ 4-ാം തീയതിയായിരുന്നു. ഇലക്ഷൻ ചാനൽ പിന്തുടരുന്ന പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു സഭാ സമ്മേളനം ആരംഭിച്ചത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സഭാ സമ്മേളനത്തിന് മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ആ ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്, പ്രത്യേകിച്ച് 3 സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്. അതിനുശേഷം ഡിസംബർ 13-ാം തീയതിയാണ്
ഈ പാർലമെന്റിൽ അതിക്രമം നടക്കുന്നത്. അതായത് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ആയിരുന്നു ഈ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് പ്രതിപക്ഷം പ്രതിഷേധങ്ങളിലേക്ക് പോയത്. നമുക്ക് ആ ഡേറ്റയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ദ ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ നിന്ന് അത് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഈ ശീതകാല സമ്മേളനത്തിൽ ഇതുവരെ ഇലക്ഷൻ ചാനലിന്റെ ഈ എപ്പിസോഡ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 141 എംപിമാർ ആണ് സസ്പെൻഷനിൽ ആയിട്ടുള്ളത്. അവിടെയാണ് മനു പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഏതാണ്ട് പ്രതിപക്ഷത്തിന്റെ കസേരകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ലോക്സഭയിൽ പിന്നെ പ്രതിപക്ഷത്തിന് ഏറെക്കുറെ 47 പേരുണ്ടാകും. അതേസമയം രാജ്യസഭയിൽ ഒരു 100 സീറ്റിനോട് അടുപ്പിച്ച ആളുകൾ ഉണ്ടാകും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഇത് എത്രമാത്രം പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായി ഇനി ഈ ശീതകാല സമ്മേളനത്തിൽ ഇടപെടാൻ കഴിയും എന്നതാണ് ഒരു വലിയ ചോദ്യമായി ഇരിക്കുന്നത്. ലോക്സഭയിൽ നിന്ന് നമുക്കറിയാം 95 ആളുകൾ പോയല്ലോ. അപ്പൊ ഇതാണ് ഇപ്പൊ പാർലമെന്റിന്റെ ഒരു സാഹചര്യം. ഇനി ഇവർക്ക് ഈ അവിടെ മനു പറയുന്നതിനോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളിൽ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളവർ. ഇപ്പോൾ രാജ്യരക്ഷാ മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്, രാജ്നാഥ് സിംഗ് ആണ്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നത് ആഭ്യന്തരമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല സർക്കാർ. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ മനു. അതായത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ആളുകൾക്ക് സാധിക്കുന്നു, പ്രതിഷേധമുയർത്താൻ സാധിക്കുന്നു. അന്ന് ഈ വാതകം ഒക്കെ പുറത്തേക്ക് വിട്ട ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എന്ത് സുരക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിക്കുന്നത്. അംഗങ്ങൾക്ക് അത് സ്വാഭാവികമായി ചോദിക്കാം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും വന്നിരിക്കേണ്ട ഒരു സ്ഥലവുമാണ്. അപ്പൊ അവിടെ അത് മാത്രമല്ല, ആക്രമണം നടന്നത് ആ പാർലമെന്റ് അതിക്രമം നടന്നത് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലുമാണ്. അപ്പൊ സ്വാഭാവികമായും അന്ന് കൂടുതൽ സുരക്ഷ സാധാരണഗതിയിൽ ഒരുക്കാറുണ്ട്. അഭിലാഷൊക്കെ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ അറിയാലോ, അത് സാധാരണ അതിന്റെ ഒരു വാർഷിക ദിനത്തിലൊക്കെ കൂടുതൽ പൊതുവെ ഡൽഹി നഗരത്തിലെ മെട്രോ സ്റ്റേഷനുകളിൽ, ടൗണുകളിലൊക്കെ കൂടുതൽ സേനാംഗങ്ങളെ കാണാൻ സാധിക്കും. മെട്രോയിലൊക്കെ കൂടുതൽ പരിശോധന നടത്തിയാണ് അവിടെ പ്രവേശിപ്പിക്കുക പോലും. പക്ഷെ അന്ന് ഉണ്ടായത് ഈ ഒരു വലിയ വീഴ്ചയാണ്. ഇപ്പൊ മാധ്യമ പ്രവർത്തകരായ നമുക്ക് പോലും പാർലമെന്റിനകത്തേക്ക് കടക്കാനുള്ള കടമ്പകൾ അറിയാലോ. PIB പാസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും MP ഒരു കത്ത് തരണം, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ് ഇത് വന്നിട്ടുള്ളത്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ ഒരുപക്ഷെ അത് സഭാനാഥന്റെ അംഗീകാരം കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായും അതിന് പാർലമെന്റേറിയൻ രീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ വല്ല പ്രതിഷേധം മുഴക്കുക, വാക്കൗട്ട് നടത്തുക, അങ്ങനെയാണ്. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുക, സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ച് കയറുക എന്നതൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമായും അത് ശരിയായ പാർലമെന്ററി രീതിയാണോ എന്നുള്ളത് ഒരു വശത്ത് ചോദ്യം വരുന്നു. മറുവശത്ത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ പ്രതിപക്ഷ ബഹുമാനവും ഭരണപക്ഷത്തിനുണ്ടാകണം. ഒരുപക്ഷെ തങ്ങൾക്ക് 300-ലധികം സീറ്റുകളുണ്ട്, 323 ആളുകൾ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തെ പാടെ അവഗണിക്കുന്ന ഒരു രീതിയും ശരിയല്ല. സ്വാഭാവികമായും ഇരു വിഭാഗങ്ങളും അവരുടെ ശക്തിയെ നോക്കിയല്ല, പക്ഷേ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം വേണം. അതാണ് പാർലമെന്റ് ആ നിലയ്ക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റ് യൂറോപ്പിലും UK-യിലൊക്കെ നമുക്കറിയാലോ പാർലമെന്റിന്റെ ഒരു സങ്കല്പവും തുടക്കവും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് 141 അംഗങ്ങളിലേക്ക് സസ്പെൻഷൻ എത്തുന്നത് എന്നതുകൂടി പ്രേക്ഷകർക്ക് ഡീറ്റെയിൽ ആയി കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഡിസംബർ 13-നായിരുന്നു ഈ പാർലമെന്റിൽ അതിക്രമം ഉണ്ടാകുന്നത്. ആ അതിക്രമം നടന്ന ദിവസം ഏതാണ്ട് വാർത്താ മണിക്കൂറുകൾ, ഉച്ച സമയത്ത് പൂർണ്ണമായും വാർത്തകൾ എല്ലാവരും നിറഞ്ഞു നിന്നത് ആ വിഷയം തന്നെയായിരുന്നു. ഒരു മിനിറ്റിലേക്കെങ്കിലും പാർലമെന്റ് സ്തംഭിച്ചു പോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത ഒരു നിമിഷമായിരുന്നു. അവിടെ സഭാ അംഗങ്ങൾ തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്തിയത്. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കടന്നു വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആയിരുന്നു സഭാനാഥന്റെ ശ്രമം. ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും. പക്ഷേ ലോക്സഭയിലടക്കം ആദിർ രഞ്ജൻ ചൗധരി ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ MP സംസാരിക്കുന്നു. തീർച്ചയായും ഗൗരവത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ അധ്യക്ഷന്റെ മറുപടി. എന്നാൽ പിന്നീട് സഭാ നടപടികൾ ബഹളമയമാകുന്നു. ഈ വിഷയത്തിൽ തന്നെ ഊന്നിപ്പോകുന്നു. പ്രത്യേകിച്ച് രാജ്യസഭയിലടക്കം പ്രതിപക്ഷ MP-മാർ വാക്കൗട്ട് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം
അതായത് ഡിസംബർ 13 അതിക്രമമുണ്ടാകുന്നു, ഡിസംബർ 14 തന്നെ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ് പ്രതിപക്ഷ എംപിമാർ ചെയ്തത്. അവിടെ നമുക്ക് വീണ്ടും ഈ ഡാറ്റ ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നു. 14 എംപിമാരെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മനു എനിക്ക് ചെറിയ അഭിപ്രായ ഭിന്നതയുള്ളത്. അതായത് 13-ാം തീയതി ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നു, തൊട്ടു പിന്നാലെ പ്രതിഷേധമുയർത്തുന്നു, ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ്. അപ്പോൾ തന്നെ 14 എംപിമാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മനുവിനും ഓർമ്മയുണ്ടാവും 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതികളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സമയമുണ്ട്. അത് ഖജനാവിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായിരുന്നില്ല, പക്ഷേ ഖജനാവിലേക്ക് വരേണ്ട പണം ഈ സ്പെക്ട്രം ലേലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖജനാവിലേക്ക് ഇത്രയും പണം വരാനുള്ള അവസരമുണ്ടായിരുന്നു, അത് തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നു 2G സ്പെക്ട്രം അഴിമതി. ആ കാലഘട്ടത്തിലൊക്കെ എന്തു വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. എത്രയോ ദിവസം തുടർച്ചയായി സഭാ നടപടികൾ ഒന്ന് ചലിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പോലും നേരിടാത്ത സ്വാഭാവികമായും BJPക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ വിഷയം BJP ഈ 2024 തെരഞ്ഞെടുപ്പാണല്ലോ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് നിരവധി പദ്ധതികളുടെ കംപ്ലീഷൻ നടക്കുന്നു, അതിന്റെ ഉദ്ഘാടനങ്ങൾ അനുദിനം പ്രധാനമന്ത്രി നടത്തുന്നു. അത് ഒരു തന്റെ പ്രചരണ വേദിയായി അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിന് മുന്നുള്ള തെരഞ്ഞെടുപ്പുകളും അതേ മട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലയിലാണ് നമ്മുടെ ഈ 3 ക്രിമിനൽ നിയമങ്ങൾ കൂടി ഈ പാർലമെന്റിന്റെ സെഷനിൽ പാസ്സാക്കി എടുക്കുക എന്നൊരു നടപടിയിലേക്ക് അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തത്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ഒരു പ്രചരണായുധമായി BJPക്ക്. കാരണം 1800 അടിത്തറയുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡും CRPC-യും ഒക്കെ മാറ്റി ഇപ്പം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെയൊക്കെ അങ്ങനെ മാറ്റി പുതിയ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടോടുകൂടിയുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അതെ, ഇന്ത്യൻ എന്ന പേര് തന്നെ മാറ്റി ഭാരതം എന്നാക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് അതെല്ലാം കഴിഞ്ഞു എന്ന ഒരു അവകാശവാദത്തിന് കൂടി BJP മുന്നിൽ കണ്ടിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വിജയം, അതേ തുടർന്ന് അടുത്ത നടപടിക്രമം എന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു ഇരട്ടി വിശ്വാസം നൽകുന്നു എന്ന് തോന്നുന്നു, ശക്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ കൂടി ഒരു റിഫ്ലക്ഷനാണോ ഈ കടുത്ത നടപടി പാർലമെന്റിൽ ഉണ്ടായത് എന്ന് സംശയിക്കേണ്ടി വരും. ഏതായാലും അതിന്റെയൊക്കെ ഭാഗമായി തുടർ പ്ലാൻ എന്ന നിലയിലാണ് BJP തങ്ങളുടെ അടുത്ത ഒരു വലിയ നേട്ടം എന്ന തരത്തിൽ രാജ്യത്ത് 1800-കളുടെ ഒക്കെ കാലഘട്ടം 660-ലും ഒക്കെ ഉണ്ടായിരുന്ന ആ നിയമ പാരമ്പര്യം മാറ്റി പുതിയ ഒരു നിയമ സംഹിത ഇംഗ്ലീഷുകാരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി എന്നൊക്കെ പറയാനൊക്കെ ആയിട്ടുള്ള വലിയ ഒരു ശ്രമം നടക്കുന്നതിനെയാണ് ഇവിടെ ഈ ഒരു പ്രശ്നത്തോടു കൂടി പ്രതിപക്ഷം അവരുടെ ഒരു രീതി മാറ്റുന്നത്. അപ്പൊ അത് സ്വാഭാവികമായും BJPക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അവരുടെ നടപടിക്രമങ്ങൾ. ഏതായാലും ആ ബില്ലുകൾ എടുക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷം ശക്തമായി വരുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ ഇതൊരു ഒരു ഭീഷണി എന്ന നിലയിൽ തന്നെയാണ് അവരിത് മുന്നോട്ട് വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പാർലമെന്റിൽ തങ്ങൾക്ക് വലിയ കരുത്തുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായി തന്നെ കഴിയും, അതിനുള്ള വഴികൾ ഈ നിയമത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു നീക്കമാണ് നടന്നത്. അതിനെ പ്രതിപക്ഷം കർശനമായി അല്ലെങ്കിൽ വലിയ ശക്തമായി എതിർക്കുന്നു. ഗാന്ധി സ്റ്റാച്യുവിന് മുന്നിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരും കനിമൊഴിയും ഒക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പിന്നെ ഡെറിക് ഓബറിൻ അവിടെ TMC നേതാവ് രാജ്യസഭയിൽ അദ്ദേഹം നടപടി നേരിടുന്നു, അദ്ദേഹം പ്ലേ കാർഡുകളുമായി പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ആ ഘട്ടത്തിൽ തങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് കാണിക്കാൻ കുറെ കൂടി കടുത്ത ഒരു നിലപാട് വീണ്ടും സ്വീകരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മുന്നിൽ BJP ഈ പാർലമെന്റിന്റെ സെഷൻ 22-ന് തീരുമല്ലോ, അതിനുശേഷം ഇത് എങ്ങനെ വെക്കും എന്നതാണ് ഇനിയൊരു വലിയ ചോദ്യം. ആ ചോദ്യം ഈ 2024 തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംഭവങ്ങളെ എങ്ങനെ BJP വിനിയോഗിക്കും എന്നത് ഒരു വലിയ വിഷയമായി വരും. തീർച്ചയായും അവിടെ മനു സൂചിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ്